സർ, ഇറ്റലിയിൽ നിന്നും ഇമാമായ ഒരു വ്യക്തിയെ നാട് കടത്തുന്ന വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ ഇമാം എന്ന് പറഞ്ഞ് ഇറ്റലിയിൽ എത്തിയിരിക്കുന്ന ആളുടെ ആവശ്യം എന്ന് പറയുന്നത് 9 വയസ്സുകാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നുള്ളതാണ്. ഏറ്റവും രസം എന്ന് പറയുന്നത് അയാൾ അതിന് പറയുന്ന ന്യായീകരണം അത് തന്റെ അവകാശമാണ് എന്നാണ്. ഒരു ഇമാമിന് അല്ലെങ്കിൽ ഒരു മുസ്ലിം മതവിശ്വാസിക്ക് 9 വയസ്സുകാരിയെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് അയാളുടെ അവകാശമാണ് എന്നാണ് അയാൾ പറയുന്നത്. മാത്രമല്ല ഇത് ഇയാൾ ചെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്താണ് എന്നതാണ് ഏറെ കൗതുകകരം. ഇറ്റലി ആ സ്പോട്ടിൽ തന്നെ മറ്റൊന്നും ആലോചിക്കാൻ നിന്നില്ല. അതിലെ നിയമവശങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതൊരാളുടെ അവകാശമാണോ എന്നൊന്നുമുള്ള ഒരു തരത്തിലുള്ള വാദങ്ങൾക്കും ഇറ്റലി നിന്നില്ല. നേരെ പിടിച്ച് അയാളെ നാട് കടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം ലോകത്തിന്റെ പല കോണുകളിലും അവരുടേതായ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഒരു ഉദാഹരണമായി ഇറ്റലിയിൽ നടന്ന ഈ സംഭവത്തെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും. ഇത് ഒരു കല്യാണ വിഷയം മാത്രം അല്ല. ഇത് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ, ഈവൻ ഇപ്പൊ അമേരിക്കയിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയില് മാൻഹാട്ടനില്, ന്യൂയോർക്കില് ഇപ്പോ പ്രയർ ടൈമില്, അതായത് സല വിളിക്കുന്ന നേരത്ത് അവര് റോട്ടില് പെട്ടെന്ന് റോട്ടിൽ ഇരുന്നിട്ട് പ്രയർ ചെല്ലുക, അതായത് നിസ്കരിക്കാൻ തുടങ്ങുന്നുണ്ട് ഇവര്. ഇത് യൂറോപ്പിൽ പലതലത്തും കാണാം. എന്നിട്ട് പറയുന്നു, ഞാൻ തന്നെ ഒരു പ്രാവശ്യം ഫ്ലൈറ്റിൽ വെച്ചിട്ട്, ഫ്ലൈറ്റ് നമ്മളാ നടക്കുന്ന വഴിയിൽ അവര് നിന്ന് അങ്ങോട്ട് അപ്പൊ നമുക്ക് ഒന്ന് ബാത്റൂമിൽ പോകാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ അവര് അതങ്ങോട്ട് ചെയ്യും. അപ്പോ ഞാനിത് വളരെ ഒഫീഷ്യലായിട്ട് ചില എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരോട് ഈ വിഷയം ഞാനൊരു ചർച്ച തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അവര് പോലും ഈ വിഷയം വരുമ്പോ അവരുടെ ആ വിവരം അങ്ങോട്ട് പോവാണ് സത്യത്തിൽ. ഇപ്പോ ഇറ്റലിയിലെ ഈ സംഭവം എന്താണ്? അവിടെ ഒരു പാകിസ്ഥാനി ഇമാം, അദ്ദേഹം അവിടുത്തെ ഒരു TV ചാനലിൽ കൂടെ പറയാണ്, അതായത് 9 വയസ്സായ കുട്ടീനെ എനിക്ക് എന്റെ അവകാശമാണ്, അത് ഞങ്ങളുടെ മതത്തിൽ പറയണതാണ്. അത് എവിടെ, ഇത് വേറെ രാജ്യത്ത് പോയിട്ടാണ്. ഇയാള് പാകിസ്ഥാൻകാരനാണ്. ഈ പാകിസ്ഥാൻകാരനായ ഇയാള് ഇത്തരത്തിൽ ഒരു പ്രസംഗം അവിടെ പോയി, അവിടെ സത്യത്തിൽ അയാൾ അവിടുത്തെ വംശജനായിട്ട് താമസിക്കുന്ന ആളും കൂടിയാണ്. അലി കാഷിഫി എന്നാണ് ഇയാളുടെ പേര്. ഇയാള് അവിടെ ഇരുന്നു കൊണ്ട് ഈ 9 വയസ്സായ ഞങ്ങളുടെ മതത്തിൽ പറയുന്നതാണെന്നും പറഞ്ഞ് അവിടുത്തെ ഇറ്റാലിയൻ സർക്കാരിന്റെ നിയമത്തിന് എതിരായിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന TV-യിൽ കൂടെ പറയുകയാണ്. അങ്ങനെയാണ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗവൺമെന്റ് ശക്തമായ ഒരു തീരുമാനം അപ്പൊ തന്നെ എടുത്തു. അവരെന്താ ചെയ്ത്, അവരോട് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു, പാകിസ്ഥാനിലേക്ക് തന്നെ പോകോളാൻ പറഞ്ഞു വിട്ടു. അപ്പൊ എന്തായി? അങ്ങനെ എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള ഈ വൃത്തികേടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ UK-ലൊക്കെ വളരെ ബുദ്ധിമുട്ടായി എന്നാ പറയണത്. ഇവരങ്ങോട്ട് വന്ന് കൂടി ചില ഏരിയ അവരുടെ കീഴിലാക്കി. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇസ്രായേൽ വിഷയം ഇത്രയും വലുതായി, ഇസ്രായേൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് അവർക്ക് പോകേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളും പലതും കാണേണ്ടി വരികയാണ്. അപ്പൊ സഹിക്കെടുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവരുടെ ഈ മതം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മതം പ്രചരിപ്പിക്കുക, ആ മതത്തിന്റെ നിഷ്കരിക്കലൊക്കെ ഒരു വലിയ സംഭവമാണ് അവരുടെ വിചാരം. ഞാൻ ചോദിക്കട്ടെ, ഹിന്ദുക്കളായി ജീവിക്കുന്നവർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കർശനമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അമ്പലത്തിൽ പോകണമെങ്കിൽ പോവാം, പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം, അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇത് നിർബന്ധമാണ്. അപ്പൊ അവര് പറയുന്നത്, ഇതിപ്പോ 9 വയസ്സായ ഒരു കേസേ പറയുള്ളൂ. അവര് പറയുന്നത് 3, 4 കെട്ടാന്നാണ് അവരുടെ മതം പറയണതെന്നാണ് ഒഫീഷ്യലി തന്നെ അവർ പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവർ നടപ്പാക്കണം. അത് മതപരമായ ചടങ്ങുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടണം. അത് വേറെ രാജ്യത്ത് പോയിട്ട് പറയണത്. അപ്പൊ സ്ലോലി അതിനെതിരെ ആ ഭരണകൂടം ഒന്നും ശബ്ദിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതായത് ശരിയായ നിയമങ്ങൾ അവിടെ ഓരോന്നോരോന്നായി പുറത്തെടുത്ത് ഈ മത രാജ്യമാക്കി അവരത് മാറ്റും. ഈ സമൂഹത്തിനെ
തന്നെ മാറ്റിയെടുക്കും. ഇതാണ് അവരുടെ സ്ലോലി ആയിട്ടുള്ള ഈ വർക്ക്. ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഞാൻ വീണ്ടും അത് ഇവിടെ പറയേണ്ട വിഷയം അല്ലെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ രാജ്യത്തിന്റെ പുരോഗതി ഒന്നല്ല നോക്കുന്നത്. അവർ കൂട്ടമായി വോട്ട് ചെയ്യും, എന്നിട്ട് അവര് പറയുന്ന ആളെ കൊണ്ട് ഭരിപ്പിക്കും. അങ്ങനെ സ്ലോലി അവരുടെ ആ നിയമത്തിൽ കൂടെ കാര്യങ്ങൾ പോകും. ഇവിടെ ഈ ഞാന് അന്നൊക്കെ അന്തം വിട്ടു പോയിട്ടുണ്ട്. ഇവിടെ 10 കൊല്ലം മുന്നേ വന്ന വിദ്യാഭ്യാസ മന്ത്രി നിലവിളക്ക് കത്തിക്കില്ല. ഇപ്പോഴും കുറെ ഇനിയിപ്പോ ആരെ വരുന്നത് നോക്കിക്കോളുണ്ട്. നിലവിളക്ക് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതത്തിന്റെ ചടങ്ങാണോ? എനിക്കറിയില്ല. ഇവിടെ ഏതൊരു പരിപാടി നടക്കുമ്പോഴും അതിന്റെ മുകളിൽ ഒരു ഐശ്വര്യമായിട്ട് ഒരു വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കാണുന്നുള്ളൂ. അതൊരു മതത്തിന്റെ ചടങ്ങൊന്നുമല്ല. പക്ഷെ ഞാൻ നിലവിളക്ക് കത്തിക്കില്ല, ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ പറഞ്ഞതാ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയാള് ഇലക്ഷൻ കിട്ടി ജയിച്ച് മന്ത്രിയായി കഴിഞ്ഞാൽ ഈസ് ഫോർ എവരിബഡിയാണ്. അല്ലാതെ അയാളെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രിയൊന്നുമല്ല. അതയാൾ മറന്നുപോയി. ആ മറവി കാരണം കൊണ്ടാണ് ഞാൻ നിലവിളക്ക് കത്തിക്കില്ല എന്ന് സ്റ്റേജിൽ വന്നിട്ട് അയാൾ തട്ടി മാറ്റിയത്. കാരണം ഈ വിദ്യാഭ്യാസം ആകുമ്പോ പല ഫംഗ്ഷനും വരുമ്പോ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പോ ഇറ്റലിയില് ഈ ഇമാമ് ഓപ്പൺ ആയിട്ട് പറയാണ്, ഞാൻ 9 വയസ്സായ കുട്ടി കല്യാണം കഴിക്കും. അവിടെ ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ ഇപ്പൊ ഒരു കുംഭമേളയിലെ ഒരു കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് പോസ്കോ കേസ് എടുക്കും. ഇന്ത്യയിലാണെങ്കിൽ പോസ്കോ കേസാണ്. അപ്പോ ഇറ്റലി വളരെ കർശനമായിട്ട് അതിന് ആക്ഷൻ എടുത്തു, അവരെ പറഞ്ഞു വിട്ടു. പക്ഷെ ഇത് ലോക രാജ്യങ്ങൾ മുഴുവൻ തന്നെ ഇത്തരത്തിലുള്ള വൃത്തികേടുകളുമായി ഇറങ്ങുന്ന ആരായാലും അവർക്ക് തക്കതായ ഇത്തരത്തിലുള്ള ആക്ഷൻ, അതായത് ഭരണകൂടങ്ങൾ എടുത്താലാണ് ഇതിനൊക്കെ ഒരു അറുതി വരുള്ളൂ. അല്ലെങ്കിൽ ഈ അസുഖം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. യെസ്, എന്തായാലും ഇറ്റലിയിൽ നടന്ന സംഭവം ലോകത്തിന് മുഴുവൻ വലിയൊരു ഉദാഹരണമാവുകയാണ്, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവൻ വലിയൊരു മുൻകൂട്ടി ഒരു കാര്യമാണ് നൽകുന്നത്. ഇത്തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം ലോകത്തിന്റെ പല കോണുകളിലുമുണ്ട്. അവർ പലയിടങ്ങളിലായി അവരുടേതായ ചില നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ശരിയായ നിയമമാണെങ്കിലും അതല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണെങ്കിലും അത് ലോകത്തിന്റെ പല കോണുകളിൽ പല രാജ്യങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു അനുഭവമാണ് ഇറ്റലിയിൽ നിന്നും പലരും പുറത്തുവിടുന്നത്. ഈ ഇമാമിന്റെ ആവശ്യം എന്ന് പറയുന്നത് 9 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം എന്നായിരുന്നു. അത് അയാളുടെ അവകാശമാണ് എന്നാണ് അവർ പറയുന്നത്. ഇത്തരത്തിൽ മനുഷ്യത്വപരമായ അല്ലെങ്കിൽ മനുഷ്യലംഘനങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ചിലതാണ് ഇക്കൂട്ടർ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.